السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തെ സംബന്ധിച്ച ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുള്ളയുടെ സിഫത്തു സലാത്തിൻ നബി എന്ന പുസ്തകത്തെ അവലംബിച്ചുകൊണ്ടുള്ള ക്ലാസാണ്. അടുത്ത വിഷയം, കൈ ഉയർത്തേണ്ടത് എങ്ങനെയാണ്? ഇത് നമ്മളിൽ പലരും തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. ശരിയായി ചെയ്യുന്ന ആളുകൾ വളരെ അപൂർവമാണ്. നബിന്റെ നമസ്കാരം നിസ്കരിക്കുന്ന ആളുകൾ വളരെ അപൂർവമാണ്. ഇവിടെ കൈ ഉയർത്തണം എന്ന് പറഞ്ഞു. എങ്ങനെയാണ് നബി കൈ ഉയർത്തിയത്? നമ്മളിൽ അധിക പേരും എങ്ങനെ കൈയൊന്തിക്കുക? അല്ലാഹു അക്ബർ. ഇത് കൈയിന്റെ പള്ളഭാഗം നമ്മുടെ രണ്ട് കവിളിനും നേരെ നിൽക്കുമ്പോ കൈ എങ്ങനെ? നിൽക്കുന്ന സമയത്ത് കൈ താഴ്ത്തിരുന്ന എങ്ങനെയാണോ അതേ നേരെ പൊന്തിക്കുന്നു. ഇങ്ങനെ. ഇത് ഹദീസിനെതിരാണ്. കൈ ഉയർത്തേണ്ടത് കൈയുടെ പള്ളഭാഗം കിബിലക്ക് നേരെയാകണം. അപ്പോ ഇപ്പണി പറ്റില്ലാർത്ഥം തിരിച്ചു വെക്കുക. കൈയിന്റെ പള്ളഭാഗം കിബിലക്ക് നേരെ. പിന്നെ എത്ര വരെ പൊക്കണം? നമ്മൾ ചില ആൾക്കാർ കൈ എവിടെയാണ് കെട്ടേണ്ടത് അത്രമാത്രം പൊക്കിയിട്ട് ഇങ്ങനെ കെട്ടും. മേലോട്ട് തീരെ പോകില്ല. പള്ളഭാഗം നമ്മളെ നേർക്കുമാവില്ല, കിബിലേക്ക് ഇറക്കൊന്നും ആവില്ല. ആ വെച്ചയിടത്ത് നിന്ന് ഒന്ന് പൊക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുപോയി കെട്ടും. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ വിലങ്ങനെ പിടിക്കും. ചില ആൾക്കാർ വലിയ ഭക്തിക്ക് വേണ്ടി അല്ലാഹു അക്ബർ വീശി കെട്ടുന്ന ആൾക്കാരുണ്ട്. നബി പള്ളഭാഗം കിബിലേക്ക് നേരെയാക്കുന്നു. എത്രത്തോളം പൊക്കി? രണ്ട് രീതി കാണാം. നമ്മളെ കൈ നിന്നടുത്ത് ഓരോരുത്തരുടെ എത്ര നീളമുള്ളവനാണ്, നീളം കുറിയവനാണ്, കുള്ളനാണെങ്കിലും താഴ്ന്നു കിടക്കുന്ന കൈ നേരെ മുട്ട് മടക്കി പൊക്കിയാൽ, വേറൊന്നും ആക്കണ്ട, നേരെയുള്ള കൈ മുട്ട് മടക്കുക, അതിന്റെ ബാക്കിയുള്ളത് മേലോട്ട് പൊക്കുക. കറക്റ്റാണ്. ഇപ്പൊ എന്ത് വരും? ഉള്ളം കൈ നമ്മുടെ തോളിന് നേരെയായി. തോൾ കൈ പൊക്കണ്ട, മുട്ട് മടക്കി പൊക്കിയാൽ മാത്രം മതി. കറക്റ്റാണ്. രണ്ടാമത്തത് അല്പം കൂടി പൊക്കാം. ഈ കൈ ചെവിക്ക് നേരെ വരിക. കൈ എന്നാൽ കൈയിന്റെ വിരലല്ല, കൈയിന്റെ പള്ളഭാഗം ഉള്ളം കൈ ചെവിക്ക് നേരെ വരുന്ന തരത്തിൽ നബി അങ്ങനെയും പൊക്കിയിരുന്നു. അപ്പൊ അങ്ങനെ വരും. അപ്പൊ രണ്ട് രീതിയിൽ സ്വീകരിക്കുക. ഓരോന്നിലും മാറി മാറി സുന്നത്തെടുക്കാം. ഒന്ന് കറക്റ്റ് അങ്ങനെ തന്നെ മടക്കി പൊക്കുക, വേണം കുറച്ചുകൂടി പൊക്കുക, പള്ളഭാഗം ചെവിക്ക് നേരെ വരുന്ന രീതിയിൽ. ഈ രണ്ട് രീതിയിലാണ് നബി കൈ പൊക്കിയത്. അതിൽ താഴാനും പാടില്ല. വലിയ ഭക്തിക്ക് വേണ്ടി അതിന്റെ മേലോട്ട് കൊണ്ടുപോയി വീശി പിടിക്കുന്നു വേണ്ട, മേലോട്ടൊന്നും കൊണ്ടുവേണ്ട. ഹദീസിൽ പ്രത്യേകം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരല് നിവർത്തി, ചുരുട്ടിയിട്ടല്ല, വിരലത് നൂരൂല, വിരല് നിവർത്തണം. പിന്നെ വിരലുകൾ ചേർത്ത് പിടിക്കണം, വിടർത്തിയിട്ടല്ല, വിരല് വിടർത്തിയല്ല, വിരല് ചേർത്ത്, വിരല് നിവർത്തി. അങ്ങനെയാണ്. അപ്പൊ ചുരുട്ടാൻ പാടില്ല, ഇനി മടങ്ങാൻ പാടില്ല, ചെതറിക്കാൻ പാടില്ല. വിരലുകൾ അടുപ്പിച്ചു വെക്കുക, നിവർത്തി പിടിക്കുക, പള്ളഭാഗം കിബിലക്ക് നേരെയാക്കുക, ചുമലിന് നേരെയോ അല്ലെങ്കിൽ ഉള്ളം കൈ ചെവിക്ക് നേരെ വരുന്ന രീതിയിലോ കൈ പൊക്കുക. ഒന്നുമില്ല, എളുപ്പമാണ്. ചെയ്ത് ശീലിച്ചാൽ അങ്ങനെ തന്നെ വന്നോളൂ. പക്ഷേ നിങ്ങൾ നോക്കാണ്ട് നിസ്കരിക്കുന്ന 99.9% ആൾക്കാർ ഇങ്ങനെ നിസ്കരിക്കുന്നവരല്ല, മൗലവിമാരടക്കം. അപ്പൊ നബി നിസ്കാരാവലാണ്. ഇനി കൈ എവിടെ വെക്കണം? ഹദീസിലുള്ളത് ഹനഫി മദ്ഹബിന്റെ ആൾക്കാർ പൊക്കിളുടെ താഴെ. നേരത്തെ ഇവിടെ നമ്മളെ ബംഗാളികളും ഇന്ത്യക്കാരനും കേട്ടിട്ടുണ്ട് താഴത്ത്. അത് ഒരു തെളിവില്ലാത്ത സംഗതിയാണ്. പിന്നെ പൊക്കിളിന് മീതെ, അത് നമ്മുടെ നാട്ടിലെ സമസ്തക്കാരൻ കെട്ടുന്നതാണ്. സമസ്തന്റെ അല്ല, ശാഫിഈ മദ്ഹബിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെയും പറയുന്നത് എവിടെയാണ്? ചില കിതാബിൽ മാറ്റി ഫൗക്കാന്നുള്ളത് തഹത്താന്നാക്കി വരെ പ്രിന്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ ബുക്ക് തിരുത്തിയിട്ട്. കാരണം എല്ലാ ശാഫിഈ മദ്ഹബ് കിതാബിൽ പറയുന്നത് നെഞ്ചിൽ കെട്ടുക എന്നാണ്. ചൊറിയേണ്ടി വന്ന ആൾ ചൊറിയണമെങ്കിൽ കെട്ടിയ കൈ അഴിച്ചിട്ട് ചൊറിഞ്ഞതിന് ശേഷം പിന്നെയും പറയുന്നത് അലാ സദ്രിഹി, എവിടെ കെട്ടണം? നെഞ്ചിന്റെ മേലെ. പക്ഷെ സമസ്തക്കാരൻ കെട്ടുന്നതോ പള്ളന്റെ മുകളിൽ. മാലിക്കി മദ്ഹബ് കാരണോ ഓൻ കെട്ടൂല. മാലിക്കി മദ്ഹബ് കൈ കെട്ടാതെ താഴ്ത്തിട്ട് നിൽക്കാൻ, അതിന് തെളിവില്ല. ഷിയാക്കളെ കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നതാണ്, ഒരു കൈ കെട്ടൂല, നിന്നടുത്താണ്. എന്നാൽ ഹദീസിൽ വന്നതിൽ കൂടുതൽ പ്രബലമായ കാര്യം വലതു കൈ ഇടത് കൈയിൽ വെക്കണം എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. വലതു കൈ ഇടത് കൈയിന്റെ മേലെ. ഇനി അത് എവിടെ വെക്കണം? അതിൽ ഉള്ളതിൽ ഏറ്റവും ബലപ്പെട്ട ഹദീസ് ഏതാണ്? അലാ സദ്രിഹി, നെഞ്ചിൽ വെക്കുക എന്നതാണ്. അപ്പൊ നെഞ്ചത്താണ് കൈവെക്കേണ്ടത്. നെഞ്ച് എന്ന് പറഞ്ഞാൽ അതെവിടെയാ?
പണ്ഡിതന്മാർ വിശദീകരിച്ചു, അലസദി, ഈ സ്തനം, നമ്മളെ സ്തനത്തിന്റെ മീതെ അല്ലെങ്കിൽ അതിന്റെ തൊട്ട് താഴെ, അതാണ് നെഞ്ച് എന്ന് പറഞ്ഞത്. കൊല്ലി കൊണ്ടേ കെട്ടണ്ട, കൊല്ലിയില, ഇതിനാണ് കൊല്ലി എന്നറിയാം. ഇത് നെഹർ, ഇത് സദറല്ല, അത് നെഹറാണ്. അപ്പോ കഴുത്തിന്റെ താടിന്റെ മൂട്ട് കൊണ്ടുപോയിട്ട് കെട്ടേണ്ട കാര്യമല്ല, അത് നബി ഒഴിച്ചിട്ടില്ല. അത്ര പോണ്ട. അപ്പൊ സ്ഥലം മനസ്സിലായല്ലോ. പിന്നെ അത് എങ്ങനെ കെട്ടണം, ഇതുമായി ബന്ധപ്പെട്ട ഹദീസ് കൊടുത്തിട്ടുള്ള ഹദീസിലുള്ള സംഗതിയാണ് ഈ പറഞ്ഞത്. നബി ഒരിക്കൽ ഒരാളുടെ അടുത്തുകൂടി നടന്നുപോയി, അയാൾ നിസ്കരിക്കുമ്പോൾ ഇടത്തെ കൈ വലത്തെ കൈ നമ്മൾ കൊണ്ടുപോയി കെട്ടിയിട്ടുണ്ട്. അപ്പൊ നബി എന്ത് ചെയ്തു, അയാളുടെ ഈ കെട്ടിയത് ഊരി. അപ്പൊ അത് അങ്ങനെ കെട്ടിയാൽ ശരിയാവില്ല. ഇനി നെഞ്ചിൽ വെക്കേണ്ടത് എങ്ങനെയാണ്, അതിന് രണ്ട് രീതി ഹദീസുകളിൽ കാണാം. നമ്മളിൽ പലരും കെട്ടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെയല്ല. സാധാരണ ആളുകൾ കൈ ഉയർത്തിയ കൈ താഴ്ത്തിയിട്ട് എങ്ങനെ കൊണ്ടുപോയി കെട്ടുക? സാധാരണ ഭൂരിപക്ഷം ആളുകൾ കെട്ടുന്നത് ഇങ്ങനെയാണ്. അതായത് ഇടത്തെ കൈയുടെ മുട്ടുവരെയുള്ള ഭാഗത്ത് വലത് കൈയിന്റെ മുട്ടിന്റെ അങ്ങോട്ടുള്ള ഭാഗമൊക്കെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കെട്ടുന്നു. ഇത് ഹദീസിലില്ല. വേറെ ചില ആൾക്കാർ കുറച്ചുകൂടി ഇങ്ങോട്ട് പിടിക്കും, വലത് കൈയിന്റെ വിരല് കൊണ്ടുപോയിട്ട് ഇടത് കൈയിന്റെ മുട്ടുമല് സുഖമായിട്ട് നിൽക്കാൻ. തറാവീനൊക്കെ ആണെങ്കിൽ വീണൂല, ഇത് അടുത്തന്നെ നിന്നോളൂ, ഒരു പിടുത്തല്ലോ, കൊളത്തിട്ട് അങ്ങനെയാണ് നിർത്തായി. ഇത് രണ്ടുമുണ്ട്, ഇത് രണ്ടും ഹദീസിലില്ല. മൂന്നാമത്തെ വേറെ ചില മുജാഹിദുകൾ ഈ ട്രാൻസ്ഫോമർമല് ഒരു ഡേഞ്ചർ ചിഹ്നം ഉണ്ടാവില്ലേ, ക്രോസ് ആയിട്ട്, പിന്നെ ഈ ഓയിൽ ടാങ്കർ, പെട്രോൾ ടാങ്കറിന്റെ വണ്ടിന്റെ മുകളിലുണ്ടാവും ഇങ്ങനെ ഒരു സാധനം, അതുപോലെ ഇങ്ങനെ അല്ലാഹു അക്ബർ, ഇത് ക്രോസ് ആയിട്ട് കൈ ക്രോസ് ആക്കിയിട്ട് രണ്ട് കൈപ്പത്തിയും രണ്ട് തോളിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ കെട്ടണം. എത്രയോ മുജാഹിദീൻ ആൾക്കാരുണ്ട്. ഇത് നബി പഠിപ്പിച്ചല്ല. അപ്പൊ ഇപ്പറഞ്ഞ രീതിയൊന്നും നബി പഠിപ്പിച്ച രീതിയല്ല. പിന്നെ രണ്ട് രീതി ഹദീസ് കാണാം. ഒന്ന് അല റുസ്രി യളഉ അൽ യുംന അലാ ലഹിരി കഫിഹിൽ യുസ്ര വറുസ്രി വസ്സഈദ്, വലതു കൈ അലാ ലഹിരി കഫിഹിൽ യുസ്ര, കഫ് എന്ന പത്തി, ഇടത്തെ കൈപ്പത്തിയുടെ മേലിലും, വറുസ്രി, റുസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ എന്താ പറയാ, മണികണ്ഠം, വാച്ചക്കെട്ട സ്ഥലം, മണികണ്ഠത്തിന് മേലും, വസ്സായിദ്, സായിദ് എന്നാൽ ഈ മണികണ്ഠം മുതൽ കൈപ്പത്തിന്റെ അറ്റം മുതൽ മുട്ട് വരെയുള്ള ഭാഗത്തിനാണ് സായിദ് എന്ന് പറയാ. എന്താ മലയാളത്തിൽ പറയാ, തണ്ടം കൈ അല്ലെങ്കിൽ മുഴങ്കൈ എന്നും പറയും. മറ്റേത് തൂൾക്കൈയാണ്. ഇടത്തെ കൈപ്പത്തി, മണികണ്ഠം, മുഴങ്കൈ, മുഴങ്കൈ അങ്ങോട്ട് കൊണ്ട, ഇതാണ് ഇങ്ങനെ വെക്കുമായിരുന്നു. എവിടെ? നെഞ്ചിൽ. പിന്നെ വേറെ ചില ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ കാന ഖായിമൻ ഫി സ്വലാത്തി ഖബല ബിയമീനിഹി അലാ ശിമാലിഹി, നബി വലത് കൈ കൊണ്ട് ഇടത് കൈക്ക് പിടിക്കുമായിരുന്നു, കയ്യിൽ പിടിക്കുമായിരുന്നു. നിസ്കാരവുമായി ബന്ധപ്പെട്ടിടത്തും അതുപോലെ തന്നെ ഖുർആനിലും യദ് എന്ന വാക്കുപയോഗിച്ചാൽ സാധാരണ യദ് എന്നെന്താ, കയ്യിന്നാണ്. പക്ഷെ ഖുർആനിലും ഹദീസിലും ഈ യദ് ഉപയോഗിച്ചത് കൈപ്പത്തിക്കാൻ. കട്ടവന്റെ കൈ മുറിക്കണം, എവിടെ ഇവിടെ വെട്ടുക, അല്ലെ മുട്ടും കൈക്ക് വെട്ടുക. കട്ടവന്റെയും കട്ടവളുടെയും ഫഖ്തഉ ഐദിയഹുമ, അവരുടെ കൈ നിങ്ങൾ മുറിച്ചു കളയണം എന്നാൽ ഇവിടെ അല്ല വെട്ടുക, ഇവിടെ കൈപ്പത്തിയ വെട്ടുക. അപ്പൊ അതേപോലെ ഈ വുളു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ യദ് എന്ന് പറയുന്നത് കൈപ്പത്തിയാണ്. അപ്പൊ നബി വലത് കൈ ഇടത് കൈയിൽ വെച്ചു എന്നാൽ ഇതിന്റെ പുറത്താണ്, ഇവിടെ വെക്കുക, എന്നിട്ട് ഇവിടെ പിടിക്കുക. ഒരു വിരൽ ഇങ്ങോട്ടും തള്ളവിരല് ഉള്ളിലേക്കും ബാക്കി 4 വിരല് പുറത്തേക്കും ഇങ്ങനെ പിടിക്കുക. ഈ രണ്ട് രീതിയാണ് ഹദീസിലുള്ളത്. ഇനി നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കുക, നമ്മളെങ്ങനെ കൈയ്യട്ടല് പറഞ്ഞ രീതിയിലാണോ? രണ്ടും പറ്റും. രണ്ടും പറ്റും എന്ന് പറഞ്ഞാൽ ഒരു നിസ്കാരത്തിൽ അല്ലെങ്കിൽ ഒരു റക്കയത്തിൽ ഇങ്ങനെ കെട്ടുക, അടുത്ത റക്കയത്തിൽ ഇങ്ങനെ കെട്ടുക. രണ്ടും താത്തിന് അതിന്റെ മേലാവൂലല്ലോ, അപ്പൊ മേലെ വെച്ചു എന്നാണ്. മറ്റേ ആൾക്കാർ ഇങ്ങനെ പിടിക്കുന്നതാണ്, അത് തെളിവ് കണ്ടിട്ടില്ല. ഇങ്ങനെ പിടിക്കില്ല ആൾക്കാർ, മറ്റേ തൂക്കിയിടല്ലോ, മേലെ വെച്ചു എന്നാണ്, മേലെ വെച്ച് പിടിച്ചു എന്നാണ്. പിന്നെ ഇവിടെ അടിക്കുറിപ്പിൽ ശേഖ് അൽബാനി വിശദീകരിച്ച് കാണാം, ഹനഫി മദ്ഹബിലെ പിൽക്കാലക്കാരായ പണ്ഡിതന്മാർ മൂന്നാമതൊരു രീതി, ഒരു സങ്കര ഇനം ഉണ്ടാക്കിയിട്ടുണ്ട്. 2 ഇനവും കൂട്ടിയിട്ട് മൂന്നാമത്തെ ഒരു ഇനം ഉണ്ടാക്കിയ, അത് ഹദീസിൽ തെളിവില്ലാത്ത കാര്യമാണ്. അതെങ്ങനെയാ? രണ്ടും കൂടി കൂട്ടിച്ചേർക്കുക. ഒന്നിങ്ങനെ വെക്കുക, അവിടെ പിടുത്തല്ല. രണ്ടാമത്തെ പിടിക്കുക. അപ്പോ പുതിയൊരു ഇനം തള്ളവിരലും അല്ലെങ്കിൽ പെരുവിരലും ചെറുവിരലും കൊണ്ട് പിടിക്കുക. ബാക്കി 3 വിരല് പരത്തി വെക്കുക. അപ്പൊ എന്തായി? പരത്തിലുമായി പിടുത്തുപോയി. അങ്ങനെ ഒരു സങ്കര ഇനം നബി ഉണ്ടാക്കിയിട്ടില്ല. അത് പിൽക്കാലക്കാരായ ഹനഫി മദ്ഹബിലെ ആളുകൾ ഉണ്ടാക്കിയതാണ് എന്ന് അടിക്കുറിപ്പിൽ ശൈഖ് അൽബാനി കൊടുത്തതാണ്. അപ്പൊ ഇതാണ് രണ്ട്